എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ബിഷപ്പുമാർ പത്രങ്ങളോട് സംസാരിക്കാറുണ്ട്. സമൂഹത്തിലെ എല്ലാ വേദനകളും, സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യൻ സഭയ്ക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ബിഷപ്പുമാരാണ് സംസാരിക്കുന്നത്. ബിഷപ്പുമാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ബിഷപ്പുമാർ ദിവസേന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്നത്. അല്ലാതെ പൊതുസമൂഹത്തിന് കിട്ടുന്ന ഒരു കാര്യം ഇന്നേ വരെ ഒരു ബിഷപ്പും സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല എന്നല്ല, സഭയ്ക്ക് പുറത്തും പറയാറില്ല. സഭയ്ക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭയിലെ ബിഷപ്പുമാരുടെ പ്രധാന തൊഴിൽ. കുർബാനയൊക്കെ പിന്നീടാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് രൂപം മാറിയിട്ടുണ്ട്. എല്ലാ രാവിലെയും അവർ കുർബാന കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് അധംപതിച്ച കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇതേ ബിഷപ്പുമാർ നടത്തുന്ന ഹോസ്പിറ്റലിന് മുന്നിൽ എത്ര ദിവസങ്ങളായി നമ്മുടെ മാലാഖമാരായ നേഴ്സുമാർ സമരം ചെയ്യണമെന്ന് അറിയും. ഇന്നേ വരെ ഒരു ബിഷപ്പും ആ സമരപ്പന്തലിൽ ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് മുന്നിൽ കുത്തിയിരിക്കണത്, ഇത്രയും വെയിൽ, ഈ വേനൽ ചൂട് അവഗണിച്ചിട്ടാണ് റോഡിനോട് ചേർന്ന് തൃശ്ശൂർ ജൂബിലി മിഷൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നത്. ഒരു ബിഷപ്പും അതേപോലെ ഒരു കന്യാസ്ത്രീയും ആ പാവപ്പെട്ട നേഴ്സുമാരുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് പ്രശ്നം, ഈ സമരം ഒത്തുതീർപ്പിന് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പോംവഴികൾ, ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടതെന്ന് തിരുസഭയെ ഒരു കുഞ്ഞാടും ചെന്ന് ചോദിക്കണില്ല. സഭയ്ക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നിത്യം പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ബിഷപ്പുമാർ സാമൂഹിക ധാർമ്മികതയുണ്ടെങ്കിൽ ആ സമരം ചെയ്യുന്ന നേഴ്സുമാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇത് ബിഷപ്പുമാരുടെയും കന്യാസ്ത്രീമാരുടെയും സ്വത്തല്ല, ഇത് ക്രിസ്ത്യാനികളുടെ സ്വത്താണ്. ആ സ്വത്താണ് തൃശ്ശൂർ ജൂബിലി മിഷൻ.